ദൃശ്യഭാഷ അരങ്ങുവാഴുന്ന കാലത്ത് മനുഷ്യനെന്ന സത്വത്തിലേക്ക് ഒരു പിന്നടത്തം. സോമരാജൻ വി വിശ്വദേവ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിലെ അരുമാനൂർ ദേശത്ത് ജനിച്ചു. സാഹിത്യമേഖലയിൽ വേറിട്ട വ്യക്തിത്വമാണ് സോമരാജൻ വി വിശ്വദേവ. ആംഗലേയ ഭാഷയുടെ സാധ്യതയനുസരിച്ച് ലോക കവിതയുടെ നെറുകയിലേക്ക് തൻ്റെ കവിതകളെ ഉയർത്തിയ ശ്രേഷ്ഠ വ്യക്തിത്വം. ബൗദ്ധികവും അറിവും ഉപയോഗിച്ച് വായിക്കാവുന്ന പാരായണക്ഷമതയുള്ള ഈ കവിതകൾ ജീവിതത്തിൻ്റെ അകം കാഴ്ചകളാണ്. സോമരാജന് കവിതയെ ആത്മാവിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല. ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ആംഗലേയ അധ്യാപകൻ കൂടിയായിരുന്നു സോമരാജൻ വി വിശ്വദേവ. സ്വാഗതം ചെയ്യുന്നു അഭിമാനപൂർവ്വം വേദി ടു വേദി. നമസ്കാരം സർ. വേദി ടു വേദിയിലേക്ക് സ്വാഗതം. സോമരാജൻ വി വിശ്വദേവ, ഈ പേരിന്റെ ഉൽപ്പത്തി എന്താണ്? പേരെൻ്റെ പാരൻസ് കിട്ടതാണ്. പക്ഷേ ഞാൻ വളർന്നു വന്നപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും VEDHI ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് പേര് മാറ്റണമെന്ന് തോന്നി. പിന്നെ ന്യൂമറോളജി അനുസരിച്ച് എനിക്ക് പേര് മാറ്റാൻ തോന്നി. അങ്ങനെ ഞാൻ മാറ്റി. സാറിൻ്റെ കവിതകളിലെല്ലാം തന്നെ ജീവിത ചിന്തകളുടെ കവിതകൾ എന്നാണ് കേരള കൗമുദി ഉൾപ്പെട്ട മാധ്യമങ്ങൾ പാടിയിട്ടുള്ളത്. അതെ. അപ്പോൾ എന്താണ് അത്രമാത്രം ജീവിതത്തോടുള്ള താങ്കളുടെ സമീപനം? അതെ, ജീവിതം ഞാൻ പഠിക്കുകയായിരുന്നു. പല ജീവിത അനുഭവങ്ങളുള്ളപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ ജീവിതം ശരിക്ക് ഷാർപ്പ് വ്യൂവോടെ മനസ്സിലാക്കി. അപ്പോഴേക്കും എനിക്ക് ഈ ജീവിതത്തെക്കുറിച്ച് ഒരു സ്വതവേ ഒരു കാഴ്ചപ്പാടുണ്ടായി. ആ കാഴ്ചപ്പാടിൽ നിന്ന് ആണ് വരുന്നത്. പൊതുവെ സാറിൻ്റെ കവിതകളിലെല്ലാം തന്നെ ധ്യാനാത്മകമായ ചിന്തകളാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. അതെ. ഇത് മനഃപൂർവ്വം ഉണ്ടാകുന്നതാണോ അതോ സ്വാഭാവികമായിട്ട് സാറിന് ഉണ്ടാകുന്നതാണോ? ഡെഫിനറ്റ്ലി ഇത് തികച്ചും സ്വാഭാവികമാണ്. അല്ലാതെ ഞാൻ ഇത് കവിത എഴുതുന്നത് തന്നെ ഞാൻ ഡെലിബറേറ്റ് ആയിട്ടല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നു, അങ്ങനെ സംഭവിച്ചതാണ്. അത് മാത്രമല്ല ബൗദ്ധികമായ ദർശനങ്ങളുടെ ഒരു പുസ്തകമായിട്ടാണ്. അതെ 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 അത് അത് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ട് ഹൈറ്റിൽ നിൽക്കുന്ന, ഇൻ്റലക്ച്വൽ ഹൈറ്റ്സ് കൂടുതലായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് പലരും പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ വളരെ ഒരു ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുമാണിത് ഉണ്ടായത്. എന്തുകൊണ്ടാണ് സാറിൻ്റെ കവിതയുടെ പേര് അല്ലെങ്കിൽ കവിതാ പുസ്തകങ്ങളുടെ ശീർഷകങ്ങളെല്ലാം തന്നെ ആംഗലേയ ഭാഷയാണ്, അതുപോലെ ആംഗലേയത്തിലാണ് സാർ എഴുതുന്നത്? അതെ. എന്തുകൊണ്ടാണ് മലയാളം ഒഴിവാക്കിയിട്ട് സാർ ആംഗലേയ ഭാഷ തിരഞ്ഞെടുത്തത്? ആംഗലേയ ഭാഷ തിരഞ്ഞെടുത്തത് കൂടുതൽ ആൾക്കാർ വായിക്കുവാൻ വേണ്ടിയാണ്. പിന്നെ മാത്രവുമല്ല, അതിന് ഈ ടോപ്പിക്കുകൾ എഴുതി വന്നപ്പോൾ വളരെ ഇൻ്റർനാഷണലായിട്ട് അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട് എന്നും കൂടി കണക്കെടുത്താണ് ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ ആ കവിതകളെല്ലാം ഈ ഭാഷയിൽ ഇരിക്കുന്നത് തന്നെ നല്ലതെന്ന് തോന്നിയത്. സാറിൻ്റെ കവിതകളുടെ ആകെ തുകയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് അതിലെ ഒരു ഭാവം കാത്തു സൂക്ഷിക്കുന്നത്. മാത്രമല്ല വായനക്കാരനെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു തലം, അതും ഈ ധ്യാനാത്മകതയുടെ ഭാഗമായിട്ട് വന്നതാണ്. അത് തന്നെയാണ് തീർച്ചയായും. അതെ, അത് എൻ്റെ ബിലീഫ് ഇൻ ഗോഡിൽ വന്നതാണ്. അതായത് ഞാൻ ഗോഡിൽ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ്. സാറിൻ്റെ കവിതാ രചനാ രീതി എങ്ങനെ? കവിതാ രചനാ രീതി ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പൊയട്രി എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ഓർ പവർഫുൾ ഫീലിംഗ് ആകണമല്ലോ. അങ്ങനെ വന്ന് ഭവിച്ചപ്പോൾ അത് വന്നുപെട്ടതാണ്. എങ്ങനെയാണ് തലക്കെട്ട് കൊടുക്കുന്നത്? എങ്ങനെയാണ് കവിത? അതെ അതെ, ഹെഡിങ് കൊടുക്കുന്നത് ഈ ശരിക്ക് എല്ലാം എഴുതിയതിന് ശേഷം, ഓരോ കവിതയും എഴുതിയതിന് ശേഷം മാത്രമാണ്, അത് വായിച്ചതിന് ശേഷം അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട്
അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടാണ് ടൈറ്റിൽ. ബൈബിൾ പരമായിട്ടുള്ള പ്രത്യേകിച്ച് യേശുവുമായി ബന്ധപ്പെട്ട രചനകളും സാറിൻ്റെ കൂടുതൽ കാണും. അതെ, അതിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു? അത് കാരണം എനിക്ക് ഈ മത ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് വളരെ താല്പര്യമാണ്. അങ്ങനെ ബൈബിളും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസീവായി തോന്നി. അങ്ങനെയാണ് ഇതും നേരത്തെ ഞാൻ എഴുതുന്നത് പോലെ ഇതും അനുഭവിച്ചതാണ്. ഈ കാവ്യ ജീവിതത്തിനിടയിൽ സാറിന് ഏറ്റവും വിലമതിക്കുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ വിലമതിക്കുന്ന ഒരു ആശംസ, ഒരു അഭിനന്ദനം കിട്ടിയത് അങ്ങനെ എന്തെങ്കിലും നിമിഷങ്ങൾ, അനർഹമായ നിമിഷം ഉണ്ടായിട്ടുണ്ട്? അധികം എൻ്റെ ഫ്രണ്ട്സുകൾ, ഒരുപാട് ധാരാളം ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇനിയും എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സുഹൃത്തുക്കളുടെ നിരന്തരമായ അതെ. മാത്രമല്ല ഈ കേരളാവധിയിൽ മാത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പുസ്തകവും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പുസ്തകം ജെംസ് ഫ്രം ദി ഡെപ്ത് എന്ന് പറയുന്ന പുസ്തകവും പബ്ലിഷ് ചെയ്യുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 37 പോയംസ് പബ്ലിഷ് ചെയ്യുകയുള്ളെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും 37 എന്നുള്ളത് 46 മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതും ഇനി അടുത്ത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്, ജെംസ് ഫ്രം ദി ഡെപ്ത്. സാറിൻ്റെ കവിതകൾ കേൾക്കാൻ ഞങ്ങൾ അനുവാചകർക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ സാറിൻ്റെ കവിതാ വായനയിലേക്ക് നമുക്ക് കടക്കാം. സാർ ബൈബിൾ പരമായ കവിതകൾ എഴുതിയിട്ടുണ്ടല്ലോ, അത്തരത്തിലൊരു കവിത ചൊല്ലാമോ? My faithful heart seeks horizon of humanity, but finds no satisfaction or solace from it. All are tend to be mine in words and deeds, to defeat even the most merciful and innocent heaven. But who would win gracious Almighty if his soft touch fall on these Jacob's thigh? Miraculously, all the hypocrites will turn into divine Jacob and will wither away their craftiness before soon. Fortunately, a few Jacobs are confessing to God. The rest of them are mysterious and crafty. Obviously, they are immersed in sin and vulgarity. So these crooked, nasty fellows do not receive blessings from the most eternal being. The ungodly Jacobs are not believing in God and His significance. They are believing in their strength and malignancy, and inhumanly in craftiness and hideous manners and ways. Obviously, they are neglecting the great faith and renouncing the living light and the eternal life. സാർ ഹൈന്ദവ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കവിത കൂടി നമുക്ക് വേണ്ടി ചൊല്ലാം. ആറാമത്തെ പോയമാണ് ദി എൻലൈറ്റൻഡ് സോൾ. Of course, everyone wants to succeed in life by hook or crook, or everyone wants to exist in this ever-changing society. By this halo of success and white glory, one would embrace luxuries and martial influences unknowingly. In truth, everyone wants success in life by his innocence and cunningness, and everyone wants to survive in society by various measures. But by the low spirited defeat and vicious influences, one would embrace the eternal reality and wisdom within you. So, thereby failure is a double blessing than victory. It is really armed with the eternal being and Sophia, and it will enlighten one's whole being splendidly. Finally, he becomes one with the omniscience. In life, he knows himself and knows others in true sense. Mostly, and he becomes a crystal clear jewel in the cosmos. A unique type of this sort of individual is hard to see in this modern world. This is the mystery and ordinance of the universe often. But such an enlightened soul must have patience and tolerance, and
have a cheerful countenance, and even adversities. Precisely, he must treat victory and defeat alike. Besides, he must think the Almighty is within himself always. Therefore, he must be a fearless personality with peace of mind or soul. Thus, he becomes the incarnation of emancipation or liberation. രണ്ടാമത്തെ പുസ്തകമായ സ്പ്രിങ്സ് ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിലുള്ളതാണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അൽ ഹിലാജ് എന്ന ഇൻ്റലക്ച്വൽ മിസ്റ്റിക്, മുസ്ലിം മിസ്റ്റിക്, ആനൽ ഹക്ക് അഥവാ ഐ ആം ദി ട്രൂത്ത് എന്ന് പറഞ്ഞു. അതിന് അന്ന് ജീവിച്ചിരുന്ന സമൂഹം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അത് ഐ ആം ലൈക്ക് ഗോഡെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അങ്ങനെ ആകില്ലേ എന്നാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഐ ആം ദി ട്രൂത്ത് ഓർ ആനൽ ഹക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം സുപ്രീം ഗോഡായ നമ്മളെ സാധാരണ ഒരു വെറും പുഴുവായ മനുഷ്യന് അതിൻ്റെ ഭാഗമാണെന്ന് പറയാമെങ്കിലും ഒരിക്കലും സുപ്രീം ഗോഡും മനുഷ്യനും ഒന്നല്ല, മറ്റ് ജീവികൾ തന്നെ, നോൺ ഹ്യൂമൻ ബീയിങ്സ് ആയാലും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വേവ്സിൽ തന്നെ വാട്ടർ ഡ്രോപ്സ് ഉണ്ട്, സീസിൽ വാട്ടർ ഡ്രോപ്സ് ഉണ്ട്. പക്ഷേ ബട്ട് ദി ഓഷൻ ഈസ് ദി ഓഷൻ, ബട്ട് ദി വേവ് ഈസ് ദി വേവ്. So also the pot is made up of clays, but the pot is the pot and the clay is the clay. The man and supreme God. The most intellectual Muslim mystic declared that Anil Haq, I am the truth, for that he was murdered by the Muhammadan world, and he should have attained I am like the truth, or a part of the truth. If he attained so, he would not have murdered by the furious fox. Precisely, the ingredients or the qualities of truth in him like others, but not in a greater measures or in infinite qualities like that of God Almighty. As it is as such, those agitated mobs have to take tighter measures upon him. Moreover, if everyone declares as Anil Haq what the world would be, but luckily it is not the case, since the real God or the truth is prevails here, and he is the real supreme protector of all beings. Besides, he can satisfy and dissatisfy all organisms, both living beings and non-living beings' desires, ambitions, hopes, and dreams, etc. Furthermore, he can turn all beings' weaknesses into strengths and vice versa. Most significantly, he is infallible, unquestionable, and omniscient too. His mightiness and wisdom is unimaginable to the silly human mortals. To prove his qualities like mightiness and his strength, the natural phenomena like oceans, seas are alone suffice. The ocean has the waves, which is of water drops too, but the ocean is the ocean and the wave is the wave. So also the pot is made up of glass, but the pot is the pot and the clay is the clay. Though those are the ingredients of the clay of the same qualities, not in quantities, and also not in their functions too, even the cosmological phenomena are as such. For what purpose we are equalizing ourselves with the majestic highest or the God? It is
quiet or sheer nonsense and absurdity from the part of the human beings. So awake, the men and the women of this universe, men may come and men may go, like ripples in water under the curtains of life. But the absolute Almighty remains flows and steadily among the ocean waves of the universe, miraculously, calmly, and magnificently. By creating, conserving, and annihilating all the living beings and the non-living beings in the universe. As human beings are the supreme creation of God, they can claim the sons and the daughters of God, and they are also the part of the great truth, which is unimaginable one, but they are not the real truth itself. Instead, they are like truth. To be frank, for widening and magnifying men's vision and mission in life, and to produce too much optimism and pride in them, they may imagine as truth or God themselves. But again, the fact reminds us that men can't be equalized with the Supreme Almighty Lord, who is all-pervading, unimaginable, simple, at the same time the majestic one. ഇതൊന്നും എക്കോസ് ഫ്രം ദി ഹാർട്ട് എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. 28ാമത്തെ കവിതയാണ്. ദി റോൾ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്നാണ് പേര്. അപ്പോൾ ഇത് പറയുന്നത് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തിന്നർ, ഡെലിക്കേറ്റ്, അറ്റ് ദി സെയിം ടൈം സ്ട്രോങ്ങർ ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. മാത്രവുമല്ല പല വിവരണങ്ങൾ ആ കവിതയിലുണ്ട്. ഞാനിപ്പോൾ ആ കവിത വായിക്കും. ദി റോൾ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. All human beings have to exist in this universe, physically, mentally, and spiritually transcend. So all will have to struggle hard to cope up with their own limitations of efficiency or inefficiency. But most of them are unknowing the thinner, delicate, yet stronger foundation of their existence, unseen influence and its attraction. The dynamic influence of this foundation is and was immensely immersed and emerged up only when the occasions come and go. Then automatically this existence auto-clear will work up among the individuals. Really, this auto-clearable and auto-breakable dynamic magnetic existence is the cornerstone of all human machines hard work design. Moreover, existence, you are the unseen moving escalator, the inspiration and the motivation of all being. Your role is more brilliantly adjustable and enthusiastic among eminent personalities. O existence, you are the breath and life of man, but none identifies you duly with grandeur and wonder. Generally, the men exist by tarnishing or by any other negative motives. Since you are the basic core of every being, you are to be protected and preserved by the wise, reasonably and unselfishly. To be frank, it is the major duty of the wise to make the ordinary being also to live or exist meaningful in the social sphere. Furthermore, ostentatiously, we teach wisdom and moral laws in public or in classrooms, but in action or practice, we will not uphold such inner secret or the quintessence of the rules of Dharma, for most of them want to protect or exist themselves safely and rather selfishly